എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെയാണ് രാജ്യത്ത് മാർച്ച് മാസത്തിലെ രണ്ടാം തവണത്തെയും ഗ്യാസ് വില വർധനവുണ്ടായത്. വാണിജ്യ സിലിണ്ടറിന് 1-ാം തീയതി വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഇന്നലെ വാണിജ്യ സിലിണ്ടറിനും ഗാർഹിക സിലിണ്ടറിനും ഗ്യാസ് വില വർദ്ധിച്ചു. 60 രൂപയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് വർദ്ധിച്ചത്. ഇതോടെ 920 മുകളിൽ ശരാശരി വിലയെത്തി. ഡെലിവറി ചാർജ് ആകുമ്പോൾ ചില സ്ഥലങ്ങളിൽ 1000 മുകളിൽ ഡെലിവറി ചെയ്യുന്ന ആളുകൾ വാങ്ങിയേക്കാം. എന്നാൽ ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് വഴിയേ പറയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. രാജ്യത്ത് ഗ്യാസ് ക്ഷാമം തുടരുന്ന പശ്ചാത്തലത്തിലാണിത്. 25 ദിവസത്തേക്ക് ഒരു സിലിണ്ടർ മാത്രമേ ഇനി ബുക്ക് ചെയ്യാനാകൂ. ഗ്യാസ് വീടുകളിൽ എത്തിക്കുന്നതിന് സാധാരണയായി നമ്മൾ പണം നൽകാറുണ്ട്. അതായത് 20 രൂപ മുതൽ 100 രൂപ വരെ ഈടാക്കുന്ന ഏജൻസികളുണ്ട്. എന്നാൽ ഇങ്ങനെ ഇനി പണം നൽകേണ്ട എന്നാണ് ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നിയമസഭയെ അറിയിച്ചത്. നിലവിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഗ്യാസ് വിതരണം ചെയ്യേണ്ടത് സൗജന്യമായിട്ടാണ്. എന്നാൽ ഇതിനും ഇപ്പോൾ ഗ്യാസ് ഏജൻസികൾ പണം ഈടാക്കുന്നുണ്ട്. 5 കിലോമീറ്റർ കഴിഞ്ഞ് 10 കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിൽ 15 മുതൽ 20 രൂപ വരെയാണ് ഈടാക്കേണ്ടത്. അതിനു മുകളിലുള്ള ഓരോ കിലോമീറ്ററിനും നിശ്ചിത സംഖ്യാ വീതം വർദ്ധിക്കുന്ന തരത്തിൽ പരമാവധി 50 രൂപ വരെയാണ് ഗ്യാസ് ഏജൻസികൾക്ക് ഈടാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിലും വളരെ കൂടുതലാണ് വിതരണക്കാർ തുക ഈടാക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ ഉള്ള കാര്യങ്ങൾ. ഇനി മുതൽ ഗ്യാസ് ഏജൻസിയിൽ നിന്നും നിങ്ങളുടെ വീടുകളിലേക്കുള്ള ദൂരം നിങ്ങൾ അറിഞ്ഞിരിക്കുകയും എത്രയാണോ തുക നൽകേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. ഗ്യാസിൻ്റെ നിലവിലുള്ള വില മനസ്സിലാക്കുകയും ആ വില തന്നെ നൽകുകയും നിങ്ങളുടെ കിലോമീറ്ററിനനുസരിച്ചുള്ള ഡെലിവറി ചാർജ് മാത്രവും നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിലവിലിപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് 1110 രൂപയാണ് വില. ഇതിനോടൊപ്പം ഡെലിവറി ചാർജ് കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ഗ്യാസ് ഏജൻസിയിൽ നിന്നുള്ള ദൂരം നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മാത്രം ആ തുക നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. QR കോഡ് സംവിധാനം കൂടി വരികയാണ്. LPG സിലിണ്ടറിലെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ സിലിണ്ടറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് നേരത്തെ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് ആണെങ്കിൽ പോലും. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടണങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വരും മാസങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കും. അതുപോലെ LPG സിലിണ്ടറുകളുടെ തൂക്കം പ്രാധാന്യം ഉള്ളതാണ്. നമ്മുടെ സിലിണ്ടറുകൾ പെട്ടെന്ന് തീർന്നു പോവുക എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട്. സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 14.2 കിലോഗ്രാം തൂക്കം വരേണ്ടതുണ്ട്. ആ തൂക്കത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ട് എങ്കിൽ അത് തൂക്കി വാങ്ങാവുന്നതാണ്. അത് തൂക്കാനുള്ള ഉപകരണം വിതരണക്കാരൻ്റെ വാഹനത്തിൽ ഉണ്ടാകണം എന്ന് നിർബന്ധമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, ഇനി നിശ്ചിത സിലിണ്ടറുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഗാർഹിക സിലിണ്ടറുകളുടെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി വീടുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് ഇനി 15 സിലിണ്ടറുകൾ മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ 12 സിലിണ്ടറുകൾ മാത്രമേ വിതരണം ചെയ്യാൻ കഴിയൂ എന്നാണ് ഗ്യാസ് ഏജൻസികൾ പറയുന്നത്. അതിൽ കൂടുതൽ സിലിണ്ടർ ആവശ്യമാണ് എങ്കിൽ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണങ്ങൾ അടങ്ങിയ റേഷൻ കാർഡിൻ്റെ പകർപ്പ് സഹിതം ഗ്യാസ് ഏജൻസികളിൽ പ്രത്യേകം അപേക്ഷ നൽകണമെന്നും ഗ്യാസ് ഏജൻസികൾ പറയുന്നു. വിറക് ഉപയോഗിക്കാതെ ഇന്നലെ മുതൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 12 സിലിണ്ടർ ലഭിക്കുമെങ്കിലും ഒരു മാസത്തിൽ, അതായത് 25 ദിവസത്തിൽ ഇനി ഒരു സിലിണ്ടറിന് മാത്രമേ ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. സിലിണ്ടർ ക്ഷാമം രാജ്യത്ത് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് 1800 23 35 55 എന്ന നമ്പറിലോ 1800 42 54 835 എന്ന നമ്പറിലോ ടോൾ ഫ്രീ ആയി വിളിക്കാം. അളവിലോ തൂക്കത്തിലോ കൃത്രിമം കാണിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ സംസ്ഥാന ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ 0471 23 26 297 എന്ന നമ്പറിലോ clm.lmd@kerala.gov.in എന്ന മെയിൽ ID പരാതി നൽകാവുന്നതാണ്. പരാതി നൽകുമ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ID നമ്പർ, ഏജൻസിയുടെ പേര് എന്നിവ കൈവശം വെക്കുക. അധിക പണം ആവശ്യപ്പെട്ട് ഡെലിവറി ബോയുടെ പേരിൽ പരാതി നൽകുകയാണ് എങ്കിൽ വണ്ടി നമ്പർ ഉണ്ട് എങ്കിൽ അതും പരാതിയിൽ ഉൾപ്പെടുത്തുന്നത് നന്നാകും. പരാതി നൽകി കഴിഞ്ഞ് ലഭിക്കുന്ന കംപ്ലൈൻറ്റ് റെഫറൻസ് നമ്പർ കുറിച്ച് വെക്കുക. ഇതുകൂടാതെ നിങ്ങളുടെ ഏജൻസിയിൽ നേരിട്ട് ചെന്ന് അവിടെയുള്ള പരാതി പുസ്തകം, അതായത് കംപ്ലൈൻറ്റ് ബുക്കിൽ എഴുതി ഒപ്പിട്ട് വയ്ക്കാവുന്നതാണ്. ഇത് നിയമപരമായി വലിയ മുൻതൂക്കം ലഭിക്കുന്ന ഒന്നാണ്.
ഗ്യാസ് KYC പുതുക്കാത്തവരുണ്ടെങ്കിൽ അത് ഉടനെ പുതുക്കണം. പ്രത്യേകിച്ച് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ആനുകൂല്യം, അതായത് സബ്സിഡി ലഭിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും KYC പുതുക്കണം. ഇല്ല എങ്കിൽ മാർച്ച് 31 ശേഷം സബ്സിഡി ലഭിക്കില്ല. എല്ലാ വർഷവും ഇവർ ഈ KYC പുതുക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഈ സാമ്പത്തിക വർഷം മാർച്ച് 31 വരെയാണ് അവസരമുള്ളത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 9 സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുന്നത്. ഒരു സിലിണ്ടറിന് 300 രൂപ വെച്ചാണ് സബ്സിഡി ലഭിക്കുന്നത്. നേരത്തെ 10 സിലിണ്ടറിനായിരുന്നു, ഇപ്പോൾ 9 സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുന്നത്. സബ്സിഡി ലഭിക്കുന്നവർക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ച തുക കൂടി ചേർത്ത് ഏകദേശം 600 രൂപ മാത്രമാണ് ഓരോ സിലിണ്ടർ നിരക്കുമ്പോഴും ചിലവ് വരികയുള്ളൂ. നേരത്തെ അത് 550 ആയിരുന്നു. ഇപ്പോഴത്തെ 60 വർധനവിന് ശേഷം 600 രൂപയ്ക്ക് മുകളിൽ വേണം. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.